ഹായ് ഹലോ അപ്പോൾ നമുക്ക് കേരളത്തിലെ ആരോഗ്യ പദ്ധതികളെ പറ്റി പഠിക്കാം. കേരളത്തിലെ മുഴുവൻ ആരോഗ്യ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വാഗ്ദാനം ഒന്നും തരുന്നില്ല. ബിക്കോസ് ഒരുപാട് പദ്ധതികളുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളുടെ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള പദ്ധതികൾ എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വിട്ടുപോയിട്ടുള്ള പദ്ധതികൾ ഉറപ്പായിട്ടും കാണും. കാരണം അത്രയധികം പദ്ധതികൾ കേരളത്തിലുണ്ട്. ഓക്കെ, കേരളത്തിന്റെ ഉയർന്ന ആരോഗ്യ നിലവാരത്തിന്റെ കാരണം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ ഉള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, എന്നാലും എല്ലാവിധ പരീക്ഷകളിലും ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക, എഴുതിയെടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ PDF കിട്ടുമ്പോൾ PDF നോക്കി പഠിച്ചാലും മതി. ഓക്കെ, അപ്പോൾ സ്നേഹപൂർവം പദ്ധതി. സ്നേഹപൂർവം പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്ക് അല്ലെങ്കിൽ നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്ക് മാസം നിശ്ചിത തുക നൽകാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി. അല്ലെ, സ്നേഹം നൽകാൻ ആളില്ലാത്തവർക്ക്, സ്നേഹം നൽകാൻ ആളില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന പദ്ധതിയെന്ന് ഓർത്തു വെച്ചാൽ മതി. സ്നേഹപൂർവം പദ്ധതി, അച്ഛനോ അമ്മയോ മരിച്ചുപോയ കുട്ടികൾക്ക്, നോക്കാൻ ആളില്ലാത്ത കുട്ടികൾക്കും ഒക്കെ ഒരു എന്താണ് മാസം നിശ്ചിത തുക നൽകാൻ വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് മിഠായി പദ്ധതി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സയാണ്. എങ്ങനെയാ കുട്ടികൾക്ക് പ്രമേഹം വരിക? നിങ്ങൾക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ടൈപ്പ് 1 പ്രമേഹത്തിനെ പറ്റി നിങ്ങൾ പഠിക്കുക. അപ്പൊ നമ്മളത് ബയോളജി ഭാഗത്ത് പഠിക്കുമ്പോൾ പഠിക്കും എന്താണ് ടൈപ്പ് 1 പ്രമേഹം. അത് ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? മിഠായി. മിഠായി. പ്രമേഹം വന്ന മിഠായി കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മിഠായി പദ്ധതി, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ഇങ്ങനെ ഒരു കോഡിലൂടെയൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ശരണ്യ പദ്ധതി. വിവാഹമോചിതരായ സ്ത്രീകളോ വിധവകളോ അവിവാഹിതരായ അമ്മമാർ എന്നിങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ള വനിതകൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? ശരണ്യ പദ്ധതി. ഇതൊരു സ്വയം തൊഴിൽ പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ശരണ്യ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്നത് എവിടെ എങ്ങനെയുള്ള പദ്ധതിയാണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകൃതം. അപ്പൊ സുകൃതം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ക്യാൻസർ രോഗികൾക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുകൃതം. സുകൃതം ട്ടോ. KSSP എന്ന് കാസ്പ് എന്ന പദ്ധതിയുടെ പൂർണ്ണ രൂപം എന്താണ്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്നാണ് ട്ടോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP എന്ന് അറിയപ്പെടുന്നത്. ഈ കാരുണ്യ എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. വളരെ വലിയ രോഗങ്ങളൊക്കെ ബാധിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള, ക്യാൻസർ, ഹൃദയരോഗം, വൃക്കരോഗം തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഇതിനുള്ള ധനസഹായം എവിടെ നിന്നാണ് സമാഹരിക്കുന്നത്? കാരുണ്യ ലോട്ടറി വഴിയാണ്. അല്ലെ, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. അമൃതം എന്ന പദ്ധതി എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം എന്ന് പറയുന്നത്. കേട്ടോ, അമൃതം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അമൃതം. അടുത്തത് കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസനത്തിനായി അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമിത്രം. ബാലമിത്രം എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അംഗൻവാടിയും സ്കൂളും ആണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ കുഷ്ഠരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് അംഗൻവാടികൾ, സ്കൂളുകൾ എന്നിവ കേന്ദ്രീകരിച്ച് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ബാലമിത്രം. അതിന് തൊട്ട് മുമ്പുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ് അമൃതം. ഈ അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? അമൃതം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരത്തില്ല, കുറെ കാലം ജീവിക്കാം, എന്ന് വെച്ചാൽ മരണം ഉണ്ടാവില്ല,
പാലാഴി കടഞ്ഞ് അമൃതം എടുത്തു എന്നൊക്കെ കേട്ടില്ലേ? ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അമൃതം എന്ന് പറഞ്ഞത് ജീവിതശൈലി രോഗങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പ്രത്യേക പദ്ധതിയാണ്. അടുത്തതാണ് ക്വിറ്റ് ലൈൻ. ക്വിറ്റ് ലൈൻ പുകയില ഉപയോഗം നിർത്താൻ ആഗ്രഹിക്കുന്നവർക്കായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ക്വിറ്റ് ലൈൻ. ക്വിറ്റ് ലൈൻ. ഓക്കെ, ക്വിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകയില ഉപയോഗം നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിറ്റ് ലൈൻ. അടുത്തത് ആശാധാര. ആശാധാര എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീമോഫീലിയ രോഗികൾക്കായിട്ട് നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താ? ഹീമോഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം നിലയ്ക്കാത്ത, കട്ട പിടിക്കാത്ത അവസ്ഥയാണ്. ധാരയായിട്ട് രക്തം പോകും അല്ലെ? അപ്പൊ അത് അങ്ങനെ ആലോചിച്ച് കണക്ട് ചെയ്തോ. ആശാധാര ഹീമോഫീലിയ രോഗികൾക്കായി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ആശാധാര എന്ന് അറിയപ്പെടുന്നത്. കേട്ടോ, ആശാധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഫീലിയ രോഗികൾക്കായിട്ട് നടപ്പിലാക്കുന്നതാണ്. അടുത്തത് ഉഷസ്. നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. നഗരങ്ങളിൽ ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഉഷസ് എന്ന് പറയുന്നത്. വീണ്ടും ഒരു സ്നേഹപൂർവ്വം പദ്ധതി വരുന്നുണ്ട്. സ്നേഹപൂർവ്വം പദ്ധതി ഇത് HIV ബാധിതരുടെ മക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അപ്പൊ ആലോചിച്ച് വെച്ചേക്ക്. നേരത്തെ നമ്മളൊരു സ്നേഹപൂർവ്വം കണ്ടു അല്ലെ? അപ്പൊ ഓപ്ഷൻ നോക്കി നിങ്ങൾ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഹൃദയം. ഇത് പിന്നെ ഓർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജന്മനാ ഹൃദയരോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത്? ഹൃദയം എന്ന് പറയുന്നത്. ജന്മനാ ഹൃദയരോഗമുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഹൃദയം. ഓക്കെ, ഹൃദയം. ഓക്കെ, അടുത്തത് ജീവൻ രേഖ. ജീവൻ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതി. ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രേഖപ്പെടുത്തലാണ് അല്ലെ? അപ്പൊ ജീവൻ രേഖ എന്താണ്? ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന കേരള സർക്കാർ പദ്ധതി. രേഖപ്പെടുത്തൽ, ജീവൻ രേഖ. കേട്ടോ. അടുത്തത് പുനർജ്യോതി. കാഴ്ച പരിമിതർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രത്തിന്റെ പേരാണ് പുനർജ്യോതി എന്ന് പറയുന്നത്. പുനർജ്യോതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച പരിമിതർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ കേന്ദ്രമാണ്. അടുത്തത് മിഴി. മിഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ വന്നിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. എന്താണ് മിഴി? സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധന നടത്തുകയും സൗജന്യമായി കണ്ണട നൽകുകയും ചെയ്യുന്ന പദ്ധതി എന്താണ്? മിഴിയാണ്. മിഴി. ഓക്കെ. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണത്തിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എന്ന് പറയുന്നത്. ആയുർദളം എന്താണ്? സംസ്ഥാന സർക്കാർ എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ്. അടുത്തതാണ് സ്വാന്തനം. സ്വാന്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സ്വാന്തനം എന്ന് പറയുന്നത്. കിടപ്പിലായ രോഗികളെ വീട്ടിൽ ചെന്ന് ചികിത്സിക്കുന്ന പദ്ധതിയാണ് എന്ത്? സ്വാന്തനം. ഓക്കെ. അടുത്തത് നയനാമൃതം. നയനാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ അനുബന്ധ നേത്രപടല, അതായത് പ്രമേഹത്തിനോടനുബന്ധിച്ച് നേത്രപടലങ്ങൾക്ക് പ്രശ്നം വരും. ഓക്കെ, അപ്പൊ അതിനുള്ള പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്നത്. അപ്പൊ നയനാമൃതം എന്താണ്? പ്രമേഹവുമായി അനുബന്ധപ്പെട്ട് നേത്രപടലങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായിട്ടുള്ള പദ്ധതിയാണ്. അടുത്തതാണ് രാരീരം. ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം. ഓക്കെ, അപ്പൊ ഗർഭകാല പരിചരണത്തിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കും വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് രാരീരം എന്ന് പറയുന്നത്. അടുത്ത പദ്ധതിയാണ് സമാശ്വാസം. വൃക്ക തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം എന്ന് പറയുന്നത്. സമാശ്വാസം എന്താണ്? വൃക്ക തകരാറ് മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. ഓക്കെ. ആശ്വാസകിരണം. ആശ്വാസകിരണം എന്ന് പറഞ്ഞാൽ കിടപ്പിലാകുന്ന രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പിലായിട്ടുള്ള രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ശ്രുതിതരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രുതിതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതിതരംഗം എന്ന് പറയുന്നത്. ശ്രുതിതരംഗം, ശ്രുതി, ചെവിയിൽ കൂടെ അല്ലേ നമ്മൾ ശ്രുതി കേൾക്കുക. ഓക്കെ, അപ്പൊ ശ്രുതിതരംഗം ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അടുത്തതാണ് ആരോഗ്യകിരണം. അതായത് 18 വയസ്സിന് കീഴിലുള്ള കുട്ടികൾക്ക്
സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്ത് ആരോഗ്യ കിരണം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, സ്നേഹസ്വാതന്ത്ര്യം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്വാന്തനം. എന്താണ് സ്നേഹസ്വാതന്ത്ര്യം? സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അടുത്തതാണ് വയോമിത്രം. വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. വയോമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്. അടുത്തതാണ് ധ്വനി. ധ്വനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയാൽ മാത്രം പോരല്ലോ, അതിനുശേഷം എന്താണ് തുടർ ചികിത്സ വേണ്ടിവരും. അതിനു വേണ്ടിയിട്ടാണ് ധ്വനി എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി ഉള്ളത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പദ്ധതി. അടുത്തത് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി എന്താണ്? അനുയാത്രയാണ് ട്ടോ. ഒപ്പം കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്നത്. ഒപ്പം ഒപ്പം എന്താണ് ഈ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ടെലി കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ്. നെക്സ്റ്റ് ഈസ് കെയർ ഓൺ വീൽസ്. കെയർ ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുരുത്തുകളിലും വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിലും അവിടെ എന്താണ് അവരെ നേരെ പോയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ബോട്ടുകളിൽ ജീവിതശൈലി ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനെയാണ് കെയർ ഓൺ വേവ്സ് എന്ന് പറയുന്നത്. വേവുകളിലൂടെ. ഓക്കെ. ഇതുപോലെ തന്നെ കെയർ ഓൺ വീൽസ് ഉണ്ട്. അതും ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ തന്നെയാണ്. ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ശൈലി ആപ്പ്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങളൊന്ന് എഴുതി വെച്ചേക്കാം. താലോലം എല്ലാവർക്കും അറിയാവുന്നതാണ്. മാരകമായ രോഗങ്ങൾ നേരിടുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് എന്ത്? താലോലം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ്. ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പൊ നല്ലോണം പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിക്കുക. കിട്ടുന്നതെല്ലാം എഴുതി അപ്പൊ തന്നെ വെക്കുക. ഒരു പഠിപ്പിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മുടെയാണ് ആവശ്യം. കേട്ടല്ലോ? എല്ലാം കൂടി ശേഖരിച്ചു കൊണ്ടുവരാന്ന് പറയുന്നത് ആരെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെ 2 പദ്ധതി ഇറങ്ങിക്കാണും. അത്രയധികം പദ്ധതികളുണ്ട്. എന്നാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരുമാതിരിപ്പെട്ട പദ്ധതികളെല്ലാം ഈ PDF ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ലോണം വായിക്കുക. എല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ വരാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. സോ നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.